അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിച്ചിരുന്നത് ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ്. അതിലെ ഫജറിലെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ളുഹറിന്റെ സുന്നത്താണ്. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത്, അതിന്റെ സമയം ആരംഭിക്കുന്നത് നിസ്കാരത്തിന്റെ സമയമായത് മുതൽ ആ ഫർള് നിർവഹിക്കുന്നത് വരെയാണ്. ഫർള് നിസ്കാരത്തിന്റെ സമയം ആയത് മുതൽ ആ നിസ്കാരം തുടങ്ങുന്നത് വരെയാണ് മുമ്പുള്ള ഏത് നിസ്കാരത്തിന്റെയും സമയം. അങ്ങനെയാണ്. ശേഷമുള്ളത് ആ നിസ്കാരം ഫർള് നിർവഹിച്ച ശേഷം ആ നിസ്കാരത്തിന്റെ സമയം അവസാനിക്കുന്നവരെയാണ്. ളുഹർ നിസ്കാരം കഴിഞ്ഞു, അതിന് നിസ്കാര സമയം അവസാനിക്കപ്പോഴാണ് അസറിന്റെ സമയമാവുമ്പോഴാണ്. അപ്പൊ അതുവരെയും ളുഹറിന്റെ ശേഷമുള്ള നിസ്കാരത്തിന്റെ സമയം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുകളുണ്ട്. 4 റക്അത്ത് സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് നിർവഹിച്ചിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് അദ്ദേഹത്തിൽ നിന്ന്, അതേപോലെ തിർമിദി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ, അത് ളുഹറിന്റെ സമയമായി കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിക്കും. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത് ഇന്നഹാ സാഅത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാ, ആ സമയത്ത് ആകാശവാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. ളുഹറിന്റെ മുമ്പുള്ള സമയം വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. എന്നിട്ട് പറഞ്ഞു, ഫഉഹിബ്ബു അൻ യസ്അദ ലീ ഫീഹാ അമലുൻ സാലിഹ്, ആ ആകാശവാതിലുകൾ തുറക്കപ്പെടുന്ന ആ സമയത്ത് എന്റെ ഒരു സൽക്കർമ്മം അള്ളാഹുവിലേക്ക് ഉയരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇമാം അഹ്മദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പൊ ആകാശവാതിലുകൾ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന എന്നൊക്കെ അതിന് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് ഹദീസുണ്ട്. അതേപോലെ പ്രവാചകൻ പറഞ്ഞു, മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബ്ല ളുഹ്രി വ 4 ബഅദഹാ ഹറുമ അലന്നാർ, ആരെങ്കിലും ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് പതിവാക്കി, അതേപോലെ ളുഹറിന്റെ ശേഷവും 4 റക്അത്ത് പതിവാക്കിയാൽ അവന് നരകം അള്ളാഹു ഹറാമാക്കുന്നതാണ്. ഇമാം അബൂദാവൂദ് തിർമിദി ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസ്. അപ്പൊ ളുഹറിന് മുമ്പ് 4ഉം ശേഷം 4ഉം ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ 4 നിസ്കരിക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് നിസ്കരിച്ചാല് അവന് നരകം ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന നബിയ കാന ലാ യദഉ 4 ഖബ്ല ളുഹർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് ഉള്ള 4 റക്അത്ത് ഒഴിവാക്കാറേ ഇല്ല. എപ്പോഴും 4 റക്അത്ത് ളുഹറിന് മുമ്പ് നിസ്കരിക്കുമായിരുന്നു. വ റക്അത്തൈനി ഖബ്ല ഖദാ, ളുഹറിന്റെ മുമ്പായിട്ട് 2 റക്അത്തും. അപ്പോ പിന്നെ കാന ലാ യദഉ 4 ഖബ്ല ളുഹർ വ റക്അത്തൈനി ഖബ്ല ഖദാത്ത് എന്ന് പറഞ്ഞാല് സൂര്യൻ മധ്യത്തിൽ എത്തുന്നതിന് മുമ്പ്, അതിനു മുമ്പ് 2 റക്അത്ത് ളുഹറിന്റെ സുന്നത്ത് എന്ന് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഫജ്റിന്റെ മുമ്പുള്ള, അതായത് പിന്നെ 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് ഒഴിവാക്കാറേ ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് നിർവഹിക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്തും നബി എന്ത് ചെയ്യുന്നു, എപ്പോഴും പതിവാക്കിയിരുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യുസല്ലി ഫീ ബൈത്തി ഖബ്ല ളുഹ്രി 4, എന്റെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കും. സുമ്മ യഖ്റുജു ഫയുസല്ലി ബിന്നാസ്, എന്നിട്ട് പിന്നെ പള്ളിയിൽ പോയിട്ട് അവിടുന്ന് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കും. അപ്പൊ സുന്നത്ത് വീട്ടിൽ നിന്ന് നിർവഹിച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത്. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈൻ, എന്നിട്ട് വീട്ടിൽ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ ചെന്നിട്ട് അവിടെ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ട്. അപ്പൊ ഈ ഹദീസുകൾ മുഴുവനും വിശദീകരിക്കുന്നതിൽ എല്ലാത്തിനും കൂടി നമുക്ക് മനസ്സിലാക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ 4 റക്അത്താണ് ളുഹറിന് മുമ്പ് നിർവഹിക്കുക. ചിലപ്പോഴൊക്കെ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ചില ഹദീസിൽ പിന്നെ ളുഹറിന് മുമ്പ് 2 നിസ്കരിച്ചു എന്നുണ്ട്. അപ്പൊ 2ആണ് ഏറ്റവും മുഅക്കദായിട്ടുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ ബലവത്തായ സുന്നത്ത് 2ആണ്. 4 നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാതെ 4 റക്അത്ത് തന്നെ നിസ്കരിക്കാൻ നോക്കുക. അത് വീട്ടിൽ നിന്നാണെങ്കിൽ അതാണ് ഉത്തമം. അതല്ല
വീട്ടിൽ നിസ്കരിക്കാൻ പറ്റാത്തതാണെങ്കിൽ പള്ളിയിൽ വന്നിട്ടും നിസ്കരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ളുഹറിന് മുമ്പ് നീലുള്ള 4 റക്അത്ത് ഒരാൾ പതിവായിട്ട് നിർവഹിക്കുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ സന്ദർഭത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാം? പിന്നെ ളുഹറിന്റെ ശേഷം അത് നിസ്കരിക്കാം. നഷ്ടപ്പെട്ട മുമ്പുള്ള 4 റക്അത്ത് ആദ്യം നിസ്കരിക്കുക, പിന്നെ ശേഷമുള്ളത് നിസ്കരിക്കുക. അതാണ് അതിന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ളുഹറിനുള്ളത്. അപ്പൊ ളുഹറിന്റെ മുമ്പ് 2ഉം ശേഷം 2ഉം അങ്ങനെ ഹദീസിലുണ്ട്. അതല്ലെങ്കിൽ മുമ്പ് 4ഉം ശേഷം 4ഉം അങ്ങനെയും ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ളുഹറിന്റെ സുന്നത്തുകൾ. അതേപോലെ തന്നെ അസർ നിസ്കാരം. അസറിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിച്ചതായിട്ട് ഹദീസുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഖബല അസ്രി 4 റക്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കും. യഫ്സുലു ബൈനഹുന്ന ബിത്തസ്ലീം. അതായത് ആ 4 റക്അത്തിന്റെ ഇടയിൽ 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് എന്ത് ചെയ്യും? പിന്നെ 2 റക്അത്ത് നിസ്കരിക്കും. അത് പൊതുവെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഈ 2 റക്അത്തുകളാണ്. 4 റക്അത്ത് ഒന്നിച്ചല്ല. 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടും, പിന്നെ നീട്ടിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. കാരണം സലാത്തുൽ ലൈലി വൻ നഹാരി മസന മസന എന്ന് ഹദീസിലുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅൻ സല്ല ഖബലൽ അസ്രി 4. 4 റക്അത്ത് അസറിന് മുമ്പ് നിസ്കരിക്കുന്ന ഒരാളെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്ത് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതും സുന്നത്ത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മഗ്രിബിന്റെ സുന്നത്ത്. മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് സുന്നത്തുണ്ട്, ശേഷവും സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു ഖബലൽ മഗ്രിബി റക്അത്തൈനി ലിമൻ ഷാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, സല്ലു ഖബലൽ മഗ്രിബി റക്അത്തൈൻ. മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കൂ. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പിന്നെ 3-മത് പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവന് വേണമെന്നുണ്ടെങ്കിൽ അവന് നിസ്കരിക്കാം. മറ്റ് നിസ്കാരങ്ങളുടെ അത്ര ബലവത്തായ സുന്നത്തല്ല അത്. വേണമെങ്കിൽ നിസ്കരിക്കാം. മറ്റുള്ളതൊക്കെ നബി ഒഴിവാക്കാതെ പതിവായിട്ട് തന്നെ നിർവഹിച്ചിരുന്നു. മറ്റതൊക്കെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ മഗ്രിബിന് മുമ്പും സുന്നത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കണം. അതുപോലെ ബൈന കുല്ലി അദാനൈനി സ്വലാ, ബൈന കുല്ലി അദാനൈനി സ്വലാ എന്ന് അതും ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഗ്രിബിന്റെ എല്ലാ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ നിസ്കാരമുണ്ട്. എപ്പോ ബാങ്ക് വിളിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ 2 റക്അത്ത് നിസ്കാരമുണ്ട് ഇക്കാമത്തിന്റെ ഇടയിലായിട്ട് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സർവശക്തനായ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.